ഹായ് ഫ്രണ്ട്സ്, ഞാൻ മജീദ് കുന്നുംപുറത്ത് കുട്ടമ്പുഴ. ഞാൻ ഒരു ചിക്കൻ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്, 2-2.5 കിലോ ഉള്ള. അപ്പോൾ ചിക്കൻ ഞാൻ കറി വയ്ക്കാനുള്ള ഒരു പരിപാടിയിലേക്കാണ്. ചിക്കൻ പെട്ടെന്ന് നമുക്ക് എങ്ങനെ ഒരു കോഴിക്കറി ഉണ്ടാക്കാം, നമ്മുടെ വീട്ടിലെ ഗസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കാം. അതായത് ഇവിടെ കർപ്പൂരം പോലുള്ള സാധനമൊന്നും കിട്ടിയില്ല. അപ്പോൾ ഞാനൊരു കുറച്ച് മണ്ണെണ്ണ ഒഴിച്ചാണ് തീ കൂട്ടാൻ ശ്രമിക്കുന്നത്. മണ്ണെണ്ണയൊക്കെ ഒഴിച്ച് തീ കിട്ടുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, കാരണം വേറെ ഒരു സ്ഥലത്തേക്കും മണ്ണെണ്ണ ചെല്ലാൻ പാടില്ല. അപ്പോൾ തീ കൂട്ടുമ്പോഴും വളരെ ശ്രദ്ധിക്കണം. നമ്മൾ പാത്രങ്ങളൊക്കെ കുറവുള്ള ഒരു ഏരിയയിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഒരു സാധാരണ വെക്കുന്ന പോലെ പാത്രങ്ങളൊക്കെ കുറവുള്ളത് കൊണ്ട് ഈ പാത്രത്തിലേക്ക് നമ്മൾ ഒരു കപ്പ് വെള്ളം ചൂടാക്കാനായിട്ട് വയ്ക്കുക. പാത്രത്തിലേക്ക് ചൂടാക്കാനായിട്ട് വയ്ക്കുകയാണ്. അപ്പോൾ ഇത് ചൂടായി വരുന്നതിനനുസരിച്ച് നമുക്ക് ബാക്കി പണികളിലേക്ക് കിടക്കാം. ഇത് 2.5 കിലോയ്ക്ക് എടുത്തുണ്ടായിരുന്നൊരു കോഴിയാണ്. ഞാൻ ഈ 2.5 കിലോ ഉള്ള കോഴിക്ക് 4-5 സവോളയാണ് ഞാൻ ചേർക്കുന്നത്. കൂടുതൽ സവോളയൊന്നും ചേർക്കുന്നില്ല, 4-5 സവോള. അതുപോലെ ഇഞ്ചി അത്ര എടുത്തിട്ടുണ്ട്. ഇഞ്ചി വേണമെങ്കിൽ 1-2 കഷ്ണം, ഒരു കഷ്ണം കുറയ്ക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടമാനം ഇഞ്ചിയുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് കുട്ടമ്പുഴയിലെ VKJ ഹോട്ടലിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്താണ്. വളരെ സൗന്ദര്യമുള്ള ഒരു പ്രദേശമാണ്. ഈ ഹോട്ടലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇൻ്റർനാഷണൽ ഹോട്ടലാണ് നമ്മുടെ കുട്ടമ്പുഴയിലെ ഈ VKJ ഹോട്ടൽ. കുട്ടമ്പുഴയ്ക്ക് ഒരു തിലകക്കുറി തന്നെയാണ് ഈ ഹോട്ടൽ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല താമസ സൗകര്യമാണ്. 2500-3000 രൂപ വാടകയുള്ള റൂമുകളാണ് ഇവിടെ. 22ഓളം മുറികളുണ്ട്. അതുപോലെ എല്ലാ സുരക്ഷയും നിയമസുരക്ഷയും എല്ലാം ഈ ഹോട്ടൽ വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങൾക്ക് നല്ല രീതിയിൽ വന്ന് കുട്ടമ്പുഴയിൽ താമസിക്കാൻ യോഗ്യമായ ഒരു ഹോട്ടലാണ്. നമ്മുടെ പുലിമുരുകൻ സിനിമയുടെ ഷൂട്ടിങ്ങിന് മോഹൻലാൽ സാർ വന്ന് ഈ ഹോട്ടലിൽ താമസിച്ചിട്ടുള്ളതാണ്. ഈ ഹോട്ടൽ എല്ലാം കൊണ്ടും നല്ലത്. നിങ്ങൾ ഇടയ്ക്ക് ഞങ്ങളുടെ കുട്ടമ്പുഴയിലേക്കൊന്ന് വരണം. എപ്പോഴെങ്കിലും സന്ദർശിക്കുന്ന കുട്ടമ്പുഴയിലേക്ക് വരികയാണെങ്കിൽ ഞങ്ങൾക്കും സന്തോഷമായിരിക്കും. ഞാൻ ഈ സവോളയെല്ലാം ശരിയാക്കിയെടുക്കാനുള്ള ഒരു പ്രയത്നത്തിലാണ്. ഇത് ഈ വെളിച്ചെണ്ണ കുറയ്ക്കേണ്ട, ഒരുമാതിരി വെളിച്ചെണ്ണ ഒഴിക്കണമെങ്കിൽ മാത്രമാണ് ഇതിന് കറിക്ക് ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വരുന്ന മുറയ്ക്ക് നമുക്ക് ഓരോ സാധനങ്ങളിടാം. ഞാൻ ഈ സവോള ഒന്ന് വഴറ്റിയെടുക്കാനുള്ള പ്രയത്നത്തിലാണ്, വഴറ്റിയെടുക്കാൻ പോവാണ്. അതുപോലെ ഞാൻ കാന്താരി മുളക്, പച്ചമുളക് എല്ലാം കൂടി ഞാൻ അരിഞ്ഞിരുന്നു. പിന്നെ ഇഞ്ചി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു. ഒന്നും കൂടി അത് ചെറുതായിട്ട് അരിയുകയാണെങ്കിൽ നല്ലതാണ്. ഞാൻ ഇതിനകത്തിട്ട് വഴറ്റുവാണ്. നോക്കണേ, ഇതിൽ ചേർത്തിരിക്കുന്ന സാധനങ്ങൾ ഞാൻ ആദ്യം ആ കാന്താരി മുളക് കാണിച്ചിരുന്നു. ആ കാന്താരി മുളക് അത്രയും. അതുപോലെ തന്നെ ഞാൻ ഇനി ചേർക്കാൻ ഉദ്ദേശിക്കുന്നത് മുളക് പൊടി, അതുപോലെ മല്ലിപ്പൊടി, പിന്നെ ഇറച്ചിയുടെ ചിക്കൻ മസാലയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ചിക്കൻ മസാല, അതായത് സൗകര്യം കുറവുള്ളതുകൊണ്ട് ഞാൻ ചിക്കൻ മസാലയാണ് ചേർക്കുന്നത്. മറ്റ് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ല. നമ്മൾ പെട്ടെന്നൊരു കറി നന്നായിട്ട് വെക്കാനുള്ള ഒരു സംഭവത്തിലാണ്. അപ്പോൾ ഇത് വഴറ്റിയെടുക്കുമ്പോൾ ഇതൊന്നും ഒരു കാരണവശാലും ഇതിനകത്ത് പുകയൊന്നും കയറരുത്. തീ കത്തിക്കുന്നതെല്ലാം സുരക്ഷിതമായിട്ട് ക്ലിയർ ആയിരിക്കണം. തീയുടെ കാര്യത്തിൽ നല്ല ഉണങ്ങിയ വിറകൊക്കെ ആയിരിക്കണം. അതൊക്കെ വളരെ ശ്രദ്ധിക്കണം. അതുപോലെ ഇത് വഴറ്റിയെടുക്കുമ്പോഴും ഇത് അടിയിലൊന്നും പിടിക്കരുത്. ഞാൻ ഒരു 10 മിനിറ്റോളമൊക്കെ ഈ സവോള വഴറ്റിയിട്ടുണ്ട്. സവോള ഈ ഒരു കാര്യത്തിന് നന്നായിട്ട് സവോള വഴറ്റണം. കാരണം ഈ രീതിയിൽ വെക്കുമ്പോൾ ഇങ്ങനെ സവോളയൊക്കെ പച്ച വെച്ചാലൊന്നും വലിയ ഗുണമൊന്നുമല്ല, ടേസ്റ്റും കുറവാണ്. പിന്നെ നമ്മൾ ഉള്ളിയൊന്നും കാച്ചുന്നില്ല, വേറെ ഒന്നും ചെയ്യുന്നില്ലോ. അതുപോലെ ഞാനൊരു ശകലം ഉപ്പ്, ഇത്ര ഉപ്പ് കാണുന്ന പോലെ 2.5 കിലോ കോഴിക്കെടുത്ത് വരും. അപ്പോൾ ഇത്ര ഉപ്പ് കാണുന്ന പോലെ ഇടുവാണ്. കോഴിയിറച്ചിയിലൊന്നും ഒരു കാരണവശാലും ഉപ്പ് കൂടാൻ പാടില്ല. അതുപോലെ തന്നെ ഒരു കാരണവശാലും ഉപ്പ് കുറയാനും പാടില്ല. അതുപോലെ തന്നെ ഇത് ഉപ്പ് കുറയാനും പാടില്ല കേട്ടോ. അത് നമ്മൾ ഇതിപ്പോൾ അത്ര ഉപ്പിട്ടിട്ടുണ്ട്, അത് വളരെ ശ്രദ്ധിക്കണം ഉപ്പിൻ്റെ കാര്യം. പിന്നെ അടുത്തത് ഞാൻ ഈ ഇഞ്ചിയെല്ലാം ഒന്ന് ചെറുതായിട്ട് ഞുറുക്കിയായിരുന്നു. ഇത് കണ്ടോ, ഞുറുക്കിയായിരുന്നു. അപ്പോൾ ഇഞ്ചി, മുളക്, പച്ചമുളക് എല്ലാം ഞുറുക്കിയിരുന്നു. ഇതിനകത്ത് ചേർത്തിരുന്ന സാധനം ഇഞ്ചിയും പച്ചമുളകും എല്ലാം ഞുറുക്കിയിരുന്നു. അതെല്ലാം ഞാൻ ഇടാൻ പോകാം കേട്ടോ. ഇതിനകത്തേക്ക് ഇടുവാണ്. അപ്പോൾ അതോടെ ഇട്ടൊന്ന് വഴറ്റുവാണ്. ഇതിനകത്ത് ചേർത്തിരിക്കുന്ന സാധനങ്ങൾ ഓർമ്മ വേണം. കാന്താരി മുളകൊന്നും ഇല്ലെങ്കിൽ ചേർക്കണ്ട. ഞാൻ വെറുതെ ചേർത്തെന്ന് മാത്രമേ ഉള്ളൂ. ആ പച്ചമുളക് കാണിച്ചിരിക്കുന്നത് എടുത്തു. അതുപോലെ ഇഞ്ചി ഞാൻ ആദ്യം എടുത്തിരുന്നതിൽ 2 കഷ്ണം മാറ്റിയിട്ടാണ് ഞാൻ കാരണം ഇഞ്ചി അരിഞ്ഞപ്പം യഥേഷ്ടം ഉള്ള പോലെ തോന്നി. അതെല്ലാം നിങ്ങളുടെ കണക്കനുസരിച്ച് വേണം കേട്ടോ ആ സാധനങ്ങളെല്ലാം ചേർക്കാൻ. കാരണം ആ രീതി അനുസരിച്ച് വേണം ചേർക്കാൻ. ഞാൻ ഇതിനകത്തേക്ക് ഇപ്പോൾ ഒരു മുളക് പൊടി, ഇത് എമർജൻസി ആയിട്ട് ഇത് ഒരു 2-2.5 സ്പൂൺ മുളക് പൊടി ചേർക്കാം. മുളക് പൊടി ഒന്ന് ചേർത്ത് കഴിഞ്ഞാൽ മറ്റേ ഗ്യാസ് പോലെയല്ല, കുറയ്ക്കാനൊന്നും പറ്റില്ല. പെട്ടെന്ന് ഇങ്ങനെയുള്ള സ്ഥലത്ത് ആകുമ്പോഴേക്കും ചെയ്തോണം. കാരണം ഒരു കാരണവശാലും ഇനി കരിവ് കയറാൻ പാടില്ല. അതെല്ലാം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഏതെങ്കിലും കാരണവശാൽ കരിവ് കയറുന്നു എന്തെങ്കിലും ഒരു വിചാരം മനസ്സിൽ കയറി കൂടിയാൽ അപ്പോൾ തന്നെ ഇത് താഴെ ഇറക്കി വെച്ചോണം കേട്ടോ. ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തു. പെട്ടെന്ന് വേണം ഇനി ഉള്ള കാര്യങ്ങൾ കേട്ടോ. ഇത് കണ്ടോ, എല്ലാം പെട്ടെന്ന് വേണം. ഏതെങ്കിലും കാരണവശാൽ ഇനി ഇതിനകത്ത് കരിവ് എല്ലാം കയറുമെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ ഇത് താഴെ ഇറക്കി വെക്കാനുള്ളൊരു സെറ്റപ്പ് കൂടെ വേണം കേട്ടോ. എങ്കിൽ മാത്രമാണ് ശരിയാവുള്ളൂ.
ഇത് ഒരു കാരണവശാലും കരിവ് കയറാൻ പാടില്ല. കരിവെങ്ങാനും കയറുമെന്നെങ്ങാനും തോന്നിക്കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ ഇത് എടുക്കണം കേട്ടോ. ഉടൻ തന്നെ നമ്മൾ ഈ ഇറച്ചി ഇട്ടിട്ട് ഇത് ഇളക്കുവാണ്. ഇനി അടുത്ത് നമ്മൾ ഇറച്ചി ഇട്ടിട്ട് ഇതിൽ ഇളക്കുവാണ്. ഇതിൻ്റെ ഇളക്കലെല്ലാം കൃത്യമായിരിക്കണം. ഒരു കാരണവശാലും കങ്ങം കയറുമോ കരിവ് കയറുമോ ഒന്നും ചെയ്യാൻ പാടില്ല. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് പോകും, പിന്നെ യാതൊരു രുചിയും ഉണ്ടാവില്ല. അത് പാചകം ചെയ്യുന്ന ആളെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പം തന്നെ ചൂടുവെള്ളം എടുത്ത് ഒഴിച്ചോണം കേട്ടോ. ഞാൻ ലേശം ഇത് ചൂടുവെള്ളം തിളപ്പിച്ച് വെച്ചിരുന്നതാണ്. ഞാൻ ഈ ചട്ടിയിൽ തന്നെ ആദ്യം ചൂടുവെള്ളം ഉണ്ടാക്കിയിട്ട് ഞാൻ ഒഴിച്ച് മാറ്റി വെച്ചിരുന്നതാണ്. ഗ്ലാസ്സൊക്കെ പാത്രങ്ങളൊക്കെ കുറവുള്ള ഏരിയയിൽ നമ്മൾ വന്ന് പണിയെടുക്കുവാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ചിക്കനാണിത്. ആ രീതിയിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇതുണ്ടോ. അതുപോലെ തീയുടെ കാര്യം നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഓവർ തീ കത്താൻ പാടില്ല. ആദ്യത്തെ ഒരു 10-15 മിനിറ്റ് ഇതുണ്ടോ. ഇനിയിപ്പോൾ ഇതില്ല, ഒരു കുഴപ്പമില്ല. ഇനി നോക്കിയിട്ട് വെള്ളം ചേർത്താൽ മതി. വേണമെങ്കിൽ ഇത് ഏകദേശം ഇത്രയും വെള്ളം അങ്ങ് ചേർക്കുക. വെള്ളം കൂടുതലാണ്, അപ്പോൾ വെള്ളം ലേശം കൂടുതലാണ്. കാരണം എന്ന് പറഞ്ഞാൽ വെള്ളം കൂടുതലുണ്ടാവും ഒരു പക്ഷേ. അതെല്ലാം വെള്ളമെല്ലാം നിങ്ങൾ നോക്കിയിട്ട് അതിൻ്റെ പരുവത്തിന് വേണം കേട്ടോ ചേർക്കാൻ നോക്കിയിട്ട്. ഇനി ഇത് നമ്മൾ വേറൊന്നും ചെയ്യാനില്ല, മൂടി വെച്ച് വേവിക്കുക. ഇത് നോക്കണം കേട്ടോ ഇതിൻ്റെ പരുവം. ഇത്രയും സാധനങ്ങളാണ് നമ്മളിപ്പോൾ ചേർക്കുന്നത്. മുളക് പൊടി ഇട്ടു, മല്ലിപ്പൊടി ഇട്ടു. ഇതിനൊന്നും ഒരു കാരണവശാലും കരിവ് കയറാൻ പാടില്ല. അതാണ് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം കേട്ടോ. മുളക് മല്ലിപ്പൊടിയൊന്നും കരിവ് കയറാൻ പാടില്ല. കൃത്യതയുണ്ട്. ഏകദേശ രൂപമാണ് നമ്മൾ വറുത്തെടുക്കുന്നത്. നമ്മൾ ചെയ്യുന്നതിനാണ് ടേസ്റ്റ് കേട്ടോ. ശരിയാണ്. ഇത് ഞാനൊന്ന് തുറന്ന് നോക്കുവാണ്. അതായത് ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് വെള്ളം ഇതിനകത്ത് 1 കപ്പോളം വെള്ളം ഒഴിച്ചായിരുന്നു. കോഴിക്കറിക്കൊന്നും അങ്ങനെ 1 കപ്പോളം ഒന്നും വെള്ളം ഒഴിക്കേണ്ട. ഞാനിപ്പോൾ ഇച്ചിരി ചാറ് കൂടുതൽ വേണമെന്നുള്ളത് കൊണ്ടാണ് ഞാനങ്ങനെ ഒഴിച്ചിരിക്കുന്നത്. ഇതിനകത്ത് മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും എല്ലാം അളവ് ഞാൻ പറഞ്ഞത് നോക്കണം. ഇത് നല്ല തീയുണ്ട്. നല്ല തീയിൽ ഒരു 10 മിനിറ്റ് വെന്താൽ മതി. അപ്പോൾ നല്ല തീയിൽ അത് കഴിയുമ്പോൾ ഇപ്പോൾ നല്ല തീയാണ്. ഒരു 10 മിനിറ്റ് വെന്താൽ മതി. അത് കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഒന്നും കൂടെ തുറന്ന് നോക്കണം. പിന്നെ തീ കുറയ്ക്കണം. തീ ഒരു കാരണവശാലും കൂടാൻ പാടില്ല. തീ കൂടിക്കഴിഞ്ഞാൽ ഇതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. തീ കുറഞ്ഞ രീതിയിൽ ഇരുന്നിട്ട് വീണ്ടും ഒരു 10 മിനിറ്റ് കൂടെ വെന്ത് കഴിയുമ്പോൾ ഏതാണ്ട് കോഴിയിറച്ചിക്ക് ഒരു 20 മിനിറ്റോളം വേവേ ഉള്ളൂ, അതിൽ കൂടുതലില്ല. അപ്പോൾ ആ ഒരു വേവിൽ ഏതാണ്ട് ശരിയായി കിട്ടേണ്ടതാണ്, രുചിയാണ്. അത് കഴിയുമ്പോൾ നമ്മൾ ഇറക്കുന്നതിന് മുമ്പാണ് നമ്മൾ ഒരു 10 മിനിറ്റ് മുമ്പൊക്കെ നമ്മൾ മസാല ചേർത്താൽ മതി. ഇതിനകത്ത് വേറെ ഒരു സാധനങ്ങളില്ലാതെ മസാല ഇച്ചിരി കൂടുതൽ ചേർത്താൽ നല്ലതായിരിക്കും. മസാലയൊന്നും അത്ര നല്ല സാധനമല്ല എന്ന മൊത്തത്തിലൊരു അഭിപ്രായമുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വേണം നിങ്ങൾ മസാല ചേർക്കാൻ. മസാല ചേർത്താൽ എന്തോരം മസാല ചേർക്കുന്നോ അത്രയും ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ഒരു 10 മിനിറ്റോളം നല്ല തീയിലാണ് വേവിച്ചത്. എന്നിട്ട് ഇവിടെ വളരെ തീ കുറച്ച് ഇട്ടേക്കാണ്. നോക്കണം കേട്ടോ. ഇത് വളരെ തീ കുറച്ചാണ്. ഇതിപ്പോൾ ചാറ് ഒരുമാതിരി നന്നായിട്ടുണ്ട്. ഞങ്ങൾക്ക് ഈ അപ്പമൊക്കെ വെച്ചേക്കണ കാരണമാണ് ഞാനിങ്ങനെ ചാറ് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ശകലം വെള്ളം വെച്ച് ചാറ് വെക്കേണ്ട കാര്യമേ ഉള്ളൂ. ഇതിപ്പോൾ അപ്പത്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചാറ് വയ്ക്കുന്നത്. നിങ്ങൾ ചാറ് വയ്ക്കുമ്പോൾ നിങ്ങളുടെ രീതിയിൽ വേണം വെള്ളം വയ്ക്കാൻ. അത് കണ്ടമാനം ചാറായാൽ കറിക്കൊന്നും ടേസ്റ്റ് ഉണ്ടാവുകയില്ല. അപ്പോൾ അതെല്ലാം വളരെ ശ്രദ്ധിക്കണം. ഇനി ഒരു 10 മിനിറ്റോടുകൂടി വേകാനുണ്ട്. അപ്പോൾ ഞാൻ ഇത് നോക്കുക. ഇത് ശകലം എടുത്ത് മാറ്റി വെച്ച് നോക്കുക. ഇത് ചാറ് ഇപ്പോൾ കൂടുതലാണ്. അപ്പോൾ ചാറ് തന്നെ ഇരുന്നൊന്ന് വറ്റിക്കോളും. ഒരു 10 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ ഏതാണ്ട് ഇതാവും. അതായത് ചെറിയ തീയിൽ ഇനി ആ ചൂടിൽ കിടന്ന് വേകണം. കണ്ടമാനം ഇറച്ചി വേകാൻ പാടില്ല. ഇറച്ചി വേകാതെ ഇരിക്കാൻ പാടില്ല കേട്ടോ. ഇതിന് ഞാൻ രണ്ടാമതൊന്ന് ഇളക്കി നോക്കി ഒന്ന് ശരിയാക്കി നോക്കുവാണ്. തീ മുഴുവൻ തന്നെ വലിച്ചു കളഞ്ഞു. എന്നിട്ട് ഞാൻ എന്നിട്ട് ആ ചൂടിലാണ് വേവിക്കണം. ഉപ്പൊരു കുറച്ച് കുറവുണ്ട്. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുവാണ്. പിന്നെ ഒരു ശകലം ഒരു തരിക്ക് എൻ്റെ ഒരു വിശ്വാസം ഇത്ര ഉപ്പും കൂടി ചേർക്കുവാണ്. ഇനി നമ്മൾ ചേർക്കാനുള്ള സാധനം, ഇനി നമുക്ക് മസാലയാണ് ചേർക്കേണ്ടത്. നോക്കണേ, മസാല ഇതിന് ഞാനൊരു 3 സ്പൂൺ മസാലയൊക്കെ ഇടുക. കാരണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു ഇൻഗ്രീഡിയൻസ് നിലവിലില്ല. അതുകൊണ്ട് ഞാൻ 3 സ്പൂൺ, നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് മസാലയൊന്നും അത്ര ഒരു 3 സ്പൂൺ തന്നെ ഇടുവാണ്. ഇതുകൊണ്ട് 3 സ്പൂൺ ഇടുവാണ്. ഇത് നോക്കണേ, നിങ്ങളത് നോക്കിയിട്ടാണ് നിങ്ങൾ മസാല ചേർക്കാവുള്ളൂ. മസാല ചേർത്താലാണ് അതിൻ്റെ രുചി. മസാല കൂടുന്തോറും നമുക്ക് നല്ലതല്ല എന്നൊരു അഭിപ്രായം ഉണ്ടെങ്കിലും ഞാൻ ഈ ഒരു കറിക്ക് വേണ്ടി ഇങ്ങനെ ചേർക്കുവാണ്. അതായത് ചാറുകളെല്ലാം നിങ്ങൾ നോക്കിയിട്ട് വേണം ചാറാക്കാൻ. അതായത് നിങ്ങൾക്ക് ഒലത്തിയ ഫ്രൈ അങ്ങനെ എടുക്കണമെന്നുണ്ടെങ്കിൽ ചാറ് ചേർക്കാണ്ടിരുന്നാൽ മതി. എനിക്കിപ്പോൾ ചാറ് ആവശ്യമുള്ളത് കൊണ്ടാണ് ഞാൻ ചാറ് ചേർക്കുന്നത്. മസാല ചേർത്തിട്ട് ഒരു 4-5 മിനിറ്റും കൂടി ആ ചൂടിലൊന്ന് മൂടി വെച്ചാൽ മതി. മസാല ചേർക്കുമ്പോൾ കറി വളരെ രുചിയാണ്. മസാല ചേർത്തിട്ട് ഞാൻ ഒന്നുകൂടെ മൂടുവാണേ. ഞാൻ ഈ ചിക്കൻ കോഴി പോലെയുള്ള എന്നതിൻ്റെ ഈ പ്രോഗ്രാം തീരുകയാണ്. അതായത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, നല്ല രുചിയാണ് ഈ കറി. അതായത് നല്ല കൊഴുപ്പോട് കൂടിയാണ് കറി വെച്ചിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ കുറച്ച് വെള്ളം വെച്ചാൽ മതി. വേവെല്ലാം വളരെ കറക്റ്റാണ്. നല്ല രുചിയായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നല്ല രുചിയായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന നല്ല രുചിയാണ്. അപ്പത്തിനെല്ലാം ഇത് വളരെ നല്ലതാണ്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. കൂടുതൽ സാധനങ്ങളൊന്നും വേണ്ട. ഇത് നിങ്ങൾ എല്ലാവരും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കണം.
ഇത് നല്ല രുചിയാണ്. നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കിയിട്ട് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ബെല്ലൈക്കൺ, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഞാനുമായിട്ടൊന്ന് സഹകരിക്കണം. എൻ്റെ ഈ പ്രോഗ്രാം പരമാവധി നിങ്ങൾ വിജയിപ്പിക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ വിജയിപ്പിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതെല്ലാം വളരെ നല്ല രുചിയാണ്. ഞാൻ പറയുന്ന അതേ രീതിയിൽ ചെയ്തെടുത്താൽ നല്ല രുചിയാണെന്ന് ഞാൻ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.